ഏവർക്കും നമസ്കാരം. ഓൾ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആദ്യം സഭാ വാർത്തകളിലേക്ക്. സീറോ മലബാർ സഭയുടെ 5ാമത്തെ മേജർ ആർച്ച് എപ്പിസ്കോപ്പിൽ അസംബ്ലി നടത്തി. മതാധ്യാപകർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച ഫ്രാൻസിസ് പാപ്പ. വിശുദ്ധ ഏപ്രിൽ തിരുനാളിന് കൊടിയേറി. സ്വർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് കാര്യപ്രവൃത്തികളുമായി ഉപമുണ്ടായിരുന്നു. വാർത്തകൾ വിശദമായി. സഭാ വാർത്തകളിലേക്ക്. സീറോ മലബാർ സഭയുടെ 5ാമത്തെ മേജർ ആർച്ച് എപ്പിസ്കോപ്പിൽ അസംബ്ലി നടത്തി. ഒന്നിച്ച് ചിന്തിക്കാനും ഒപ്പം നടക്കാനും ആഹ്വാനം ചെയ്ത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ മേജർ ആർച്ച് എപ്പിസ്കോപ്പിൽ അസംബ്ലിയുടെ 5ാമത് സമ്മേളനത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ്. മതാധ്യാപകർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച ഫ്രാൻസിസ് പാപ്പ ഓഗസ്റ്റ് മാസം 21-ാം തീയതി വെറ്റിക്കാനിലെ പോൾ ആറമ്മൻ ശാലയിൽ വെച്ച് നടന്ന ഒത്തുകൂടി കഴിച്ച വേളയിൽ ലോകമെമ്പാടുമുള്ള മതാധ്യാപകർക്ക് ഫ്രാൻസിസ് പാപ്പ ആശംസകൾ അർപ്പിച്ചു. അതിരൂപത വാർത്തകൾ. വിശുദ്ധ ഏപ്രിൽ തിരുനാളിന് കൊടിയേറി. വിശുദ്ധ ഏപ്രിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ റാഫേൽ വടക്കൻ കൊടിയേറ്റം നിർവഹിച്ചു. ഓഗസ്റ്റ് 29-നാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തൃശൂർ അതിരൂപത സീനിയർ CLT ഭാരതം തീർത്തു. ഭാരതം എന്റെ നാടാണ് എന്ന ചിന്തയും ഇന്ത്യയിലെ എല്ലാ ജനതകളും ഒറ്റക്കെട്ടായി രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാണെന്ന് പങ്കുവെച്ചുകൊണ്ട് ജാതി മത വർഗ വർണ്ണ ചിന്തകളിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന ദർശനികത സൂചിപ്പിച്ചുകൊണ്ട് തൃശൂർ അതിരൂപത സീനിയർ CLT ഭാരതം ഒരുക്കിക്കൊണ്ടിട്ടുണ്ട്. ഇടവക വാർത്തകളിലേക്ക്. സ്വർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് കാര്യപ്രവൃത്തികളുമായി ഉപകൂട്ടായ്മകൾ. കൈക്കാഞ്ചേരി സെന്റ് പോൾസ് ദേവാലയത്തിലെ സെന്റ് മേരീസ് കുടുംബ യൂണിറ്റിന്റെയും ഇടവക വികാരി സ്ഥാനത്തിന്റെയും നേതൃത്വത്തിൽ മരിയപുരത്തുള്ള അഭയ സദൻ സെൻട്രൽ ലീഗ് സന്ദർശനം നടത്തി. ഇതോടെ വാർത്തകൾക്ക് പൂർണ്ണമാകുന്നു. വാർത്തകൾ വായിച്ചത് ഇന്നാണ്.